ഹായ് ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ഒരു റാഗിപ്പൊടി വെച്ച് ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നിങ്ങളിത് ഫുള്ളായിട്ട് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ. എന്ന് വെച്ചാൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പമാണ് ഇത് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, നല്ല കല്ല് പോലെ ഇരിക്കുകയാണ്. ഞാൻ ഉണ്ടാക്കിയൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മേളിലൊക്കെ ആണെങ്കിൽ നെയ്യെല്ലാം തെളിഞ്ഞിങ്ങനെ ഇരിക്കുന്ന കണ്ടില്ലേ. കുറഞ്ഞ ചേരുവ മതി, ഒരുപാട് ചേരുവകളൊന്നും വേണ്ട ഈ കിണ്ണത്തപ്പത്തിന്. അപ്പോൾ കണ്ട അടിപൊളിയായിട്ട് നല്ല നെയ്യെല്ലാം മേളിലോട്ട് തെളിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് നമ്മൾ കഴിക്കുമ്പോൾ കണ്ടില്ലേ, ഹലുവ കഷ്ണം മുറിച്ചെടുക്കുന്നത് പോലെയാണ് കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പമാണ്. ഒരുപാട് ചേരുവകളും ഇതിനകത്ത് ചേർക്കുന്നില്ല. നിങ്ങളൊന്ന് നോക്കിക്കേ, കാണുമ്പോൾ തന്നെ അറിയാം ഇത് നല്ല കല്ല് പോലെ ഉറച്ചിരിക്കുന്ന ഒരു കിണ്ണത്തപ്പമാണെന്ന്. കണ്ടോ മുത്തുമണികളെ? എല്ലാവരും ഫുള്ള് കണ്ടെനിക്ക് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. ഫുള്ള് കണ്ട് വേണം കമൻ്റ് ഇടണം. ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് അറിയിക്കണം. കിണ്ണത്തപ്പം കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ്ടോ, അടിപൊളിയാണ്. അടിപൊളി എന്ന് വെച്ചാൽ തിന്ന് കഴിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റേ അറിയത്തുള്ളൂ. അപ്പം നമുക്കിനി ഇതിനായിട്ട് ഈ ഹെൽത്തി ആയിട്ടുള്ള രാഗിപ്പൊടി വെച്ചുള്ള കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ എന്തെല്ലാം ചേരുവകളാണ് ഇതിനകത്ത് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഉണ്ടോ, ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ഒരേ കഷ്ണം എടുത്ത് കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി ഞാൻ ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ എന്തെല്ലാം കൂട്ടാണ് ഇതിനകത്ത് വേണ്ടതെന്ന് ഞാൻ പറയാം മുത്തുമണികളെ. നിങ്ങൾക്ക് ഇതിങ്ങനെ കണ്ടിട്ട് കൊതി തോന്നുന്നുണ്ടോ? ഞാൻ വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾ വിചാരിക്കും ഇതൊരു വലിച്ചു നീട്ടിയ വീഡിയോ ആണോ എന്ന് നിങ്ങൾ വിചാരിക്കും. ഇല്ല കേട്ടോ, ഞാൻ ഇതിങ്ങനെ കാണിച്ചപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ഗ്ലാസ് നമുക്ക് വേണമെന്നതിനനുസരിച്ച് എടുത്താൽ മതി. കുറച്ച് രാഗിപ്പൊടി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ്സിന് രാഗിപ്പൊടി മാത്രമാണ്. അതിൻ്റെ കൂടെ ഞാനൊരു നേന്ത്രപ്പഴവും കൂടെ എടുക്കുന്നുണ്ട്. കണ്ട, ഒരു നേന്ത്രപ്പഴവും അത് ഇതിനകത്തിട്ട് അരിഞ്ഞിടാനാണ്. പിന്നെ ഞാൻ ശർക്കര പാനിയാക്കിയുടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച്, പിന്നെ 2-3 ഏലക്കായൊക്കെ ഇട്ട് കൊടുക്കണം. ഏലക്ക ഇടുന്നതെന്ന് ഞാൻ കാണിച്ചില്ലായിരുന്നു. അപ്പോൾ ഈ ഏത്തയ്ക്ക ഞാൻ ഇതിനകത്തോട്ട് കട്ട് ചെയ്ത് ഇടാം. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ശർക്കരപ്പാനിയും ഇതിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഏത്തയ്ക്ക ഇതിനകത്തോട്ട് കട്ട് ചെയ്തിടുവാണ്. ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിടുവാണ്. അല്ലെങ്കിൽ അരയാൻ വലിയ പാടാണ് മിക്സിക്കകത്തിട്ട് അരഞ്ഞ് കിട്ടാൻ. ഇനി അതിൻ്റെ കൂടെ കുറച്ച് ശർക്കരപ്പാനിയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കട്ടിയായിപ്പോയി. ഞാൻ നേരത്തെ ഇത് ശരിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പാനിയാക്കി വെച്ച് ചൂടാറിയിച്ച് ഞാൻ കുപ്പിക്കകത്ത് ഒഴിച്ച് വെക്കും. അങ്ങനെ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഈ തണുപ്പൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ അത് കട്ടിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിനി നല്ലതുപോലൊന്ന് അരച്ചുകൊണ്ട് വരാം. അരയ്ക്കുമ്പം ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുക്കണം. അല്ലാതെ ഇത് മാത്രം അരച്ചാൽ പറ്റത്തില്ല. ഇതിൻ്റെ കൂടെ നമ്മുടെ ഇതിന് അരയാൻ പറ്റിയ പരുവത്തിന് കുറച്ച് ഒരുപാട് പാലൊന്നും ഒഴിച്ച് കൊടുക്കരുത്. കാരണം ഒരുപാട് ലൂസായിട്ട് എടുക്കരുത്. ഒത്തിരി കുറുകയും ചെയ്യരുത്. അപ്പോൾ അതിനായിട്ട് ഞാൻ പാലെടുക്കട്ടെ. പാൽ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. നമ്മുടെ ആവശ്യത്തിന് മാത്രം പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു ഗ്ലാസ് പാലും ഇതിനകത്ത് ഒഴിക്കണമെന്നില്ല. അത് അരയാൻ വേണ്ടി മാത്രം കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആ അപ്പോൾ കുറഞ്ഞ ചേരുവ വെച്ചാൽ കുറഞ്ഞ ചേരുവയേ ഉള്ളൂ. കുറച്ച് രാഗിപ്പൊടിയും ഒരു ഏത്തയ്ക്കായും പാലും എല്ലാം കൂടി ശർക്കരപ്പാനി, അത്രയേ ഉള്ളൂ. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. ഈ പരുവത്തിന് തന്നെ ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് വെള്ളം പോലെ ആക്കിയിട്ടില്ല. ഒരുപാട് ലൂസായിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ അരച്ചു കൊണ്ടുവന്നാൽ അത് പിന്നെ നമുക്ക് ഉറച്ച് കിട്ടത്തില്ല കിണ്ണത്തപ്പം ഉണ്ടാക്കുമ്പോൾ. അത്രയേ ഉള്ളൂ. കണ്ടോ, നൂൽ പരുവത്തിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്.
മുത്തുമണികളെ, ഇടയ്ക്ക് കട്ട് ചെയ്ത് വെച്ച് കാണരുത്. ഫുള്ളായിട്ട് കണ്ടിട്ട് വേണം എനിക്കിതിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണം കേട്ടോ മുത്തുമണികളെ. എന്നോട് സ്നേഹമുള്ള മുത്തുമണികളാണെങ്കിലും മൊത്തത്തിലും കണ്ട് വേണം എനിക്ക് കമൻ്റ് ഇടാൻ. അപ്പോൾ ഞാൻ ഈ പരുവത്തിനൊക്കെ ആക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തതായിട്ട് ഒരു ഇഡ്ഡലിക്കുട്ടകം ഗ്യാസിനകത്തോട്ട് വെക്കാൻ വേണ്ടി ഉള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ നിങ്ങളിങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക, കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഒരുപാട് പറയുന്നില്ല. ഞാൻ ഇഡ്ഡലിക്കൂട്ടം എടുത്ത് വെക്കാം. അതിനകത്തോട്ടൊരു പാത്രം വെച്ച് അതിനകത്തോട്ട് കുറച്ച് നെയ്യ് തൂകിയിട്ടുണ്ട്. നെയ്യാകുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ആ നെയ്യ് തൂക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരുന്നേ ഉള്ളൂ. തിളച്ച് വരുമ്പോൾ വേണം ഈ നെയ്യും പാത്രത്തിനകത്തോട്ട് തൂക്കി കൊടുക്കാൻ. അപ്പോൾ എല്ലായിടത്തോട്ടും ആ നെയ്യ് അങ്ങോട്ടും അതിൻ്റെ ഒരു ടേസ്റ്റും രുചിയും ആകത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കട്ടിയൊന്നുമില്ല, കട്ടി കുറവാണ് കേട്ടോ. അപ്പോൾ എല്ലാ മാവും ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തു. അരച്ച് വെച്ചിരിക്കുന്നത് മാവ് അല്ല, രാഗിപ്പൊടിയും ഏത്തയ്ക്കായും ശർക്കരപ്പാനിയും ഏലയ്ക്കായും ശകലം ഉപ്പും കൂടെ ഇട്ട് അരച്ച ഒരു കൂട്ടാണിത്. അപ്പോൾ അതിനകത്തോട്ട് ഇത് ഹെൽത്തി ആയിട്ടുള്ള കിണ്ണത്തപ്പമാണ് കേട്ടോ. എല്ലാവർക്കും കഴിക്കാൻ പറ്റിയാണ്. രാഗിപ്പൊടി എന്ന് പറയുന്നത് എല്ലാവർക്കും നല്ല കഴിക്കാൻ പറ്റിയ ഒരു ഷുഗറുകാർക്കായാലും നല്ലൊരു ഫുഡാണിത് കഴിക്കാൻ. ഒരു നേരത്തെ എന്നിട്ട് പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി ഇങ്ങനെ തേങ്ങാപ്പീര അതൊന്ന് ഇച്ചിരി വിതറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. വേണ്ടിയാണ് ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങാപ്പീര വിതറിയിടുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒരു ടേസ്റ്റിന് വേണ്ടിയാണ്. പിന്നെ അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഇങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിൽ ഈ നെയ്ക്കകത്ത് തന്നെ ഇച്ചിരി വറുത്ത് കോരി അതിനകത്തോട്ടൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ കാഷ്നട്ടും ഇച്ചിരി തേങ്ങാപ്പീര ഉണക്കമന്തിരി ഒന്നും ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഏത്തയ്ക്ക കുറച്ച് ഏത്തയ്ക്കായി കൂടെ ഞാനിങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ നമുക്കൊന്ന് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതൊക്കെ ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് കേട്ടോ. ടേസ്റ്റ് വായിക്കകത്ത് വരും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് പ്രത്യേകിച്ച് നമുക്ക് അറിയാൻ നോക്കും. അതിനേക്കാൾ നല്ലതാണ് കിസ്മസും അണ്ടിപ്പരിപ്പും ഒക്കെ നമ്മൾ ഇതിനകത്ത് നെയ്ക്കകത്ത് വറുത്തിട്ട് കൊടുത്താലും അതും ടേസ്റ്റ് തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ മതി കേട്ടോ. അങ്ങനെ ഒരു ചെറിയൊരു പണിയാണ് ഈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ രാഗിപ്പൊടിയുടെ കിണ്ണത്തപ്പം കൊണ്ടുള്ള ഒരു ഫുഡ്. നല്ല ടേസ്റ്റായിട്ടുള്ളതാണ്. ഇനി ഇത് നല്ലതുപോലെ അങ്ങ് ഉറയ്ക്കുമ്പോൾ കണ്ടില്ലേ, നമുക്ക് വെച്ചിരുന്ന് കഴിക്കാം, ചീത്താവത്തില്ല. 2 ദിവസമൊക്കെ വെച്ചിരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു റെസിപ്പിയാണ്, ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവരും എനിക്ക് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ ഞാനിതൊന്ന് അടച്ചിട്ട് വേവിക്കാൻ പോവാണ് കേട്ടോ. ഏത്തയ്ക്കായൊക്കെ ഇതിനകത്ത് ചേരുന്നത് നമുക്ക് എല്ലാം കൊണ്ടും നല്ല, എന്താ പറയേണ്ടത്, നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പം തന്നെയാണ്. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് എന്താണെന്നറിയാം, രാഗിപ്പൊടി ഷുഗറുകാർക്കൊക്കെ കഴിക്കാനും എല്ലാവർക്കും കഴിക്കാൻ നല്ലതാണ്. അത്രക്കും നല്ലൊരു ചിലവർ ഇതിൻ്റെ രാഗി മേടിച്ച് കഴുകി ഉണക്കി പൊടിച്ചെടുക്കും, അല്ലാതെ മാവ് എടുക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ വീഡിയോ. ഓക്കെ മുത്തുമണികളെ.